بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ ബിന്യാമീനുമായി മിസ്രിൽ എത്തുകയും യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും ബിന്യാമീനെ തങ്ങളോടൊപ്പം മുറിയിൽ കൊണ്ടുപോയി സത്യം ബിന്യാമീന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത കാര്യമെല്ലാം വ്യക്തമായി നാം വിശദീകരിച്ചതാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമീനെ തങ്ങളോടൊപ്പം നിർത്താനായി ഒരു തന്ത്രം പ്രയോഗിച്ചു. അതിനെപ്പറ്റിയാണ് പറയുന്നത്. فَلَمَّا جَهَّزَهُم بِجَهَازِهِمْ جَعَلَ السِّقَايَةَ فِي رَحْلِ أَخِيهِ ثُمَّ أذن مؤذن أيتها العير إنكم لسارقون. അവരുടെ സാധനങ്ങൾ ഒരുക്കി അദ്ദേഹം അവരെ യാത്രയാക്കിയപ്പോൾ അളവ് പാത്രം സഹോദരൻ്റെ സാമഗ്രികളിൽ വെച്ചു. എന്നിട്ട് ഒരു വിളിയാളൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ സംഘമേ, നിങ്ങൾ മോഷ്ടാക്കളാണ്. قالوا وأقبلوا عليهم ماذا تفقدون. ഇവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത്? قالوا نفقد صواع الملك ولمن جاء به حمل بعير ولمن جاء به حمل بعير وأنا به زعيم. ഇവർ പറഞ്ഞു, രാജാവിൻ്റെ അളവ് പാത്രം കാണാതെയായിരിക്കുന്നു. അതിനെ കൊണ്ടുവരുന്നവർക്ക് ഒരു ഒട്ടകച്ചുമട് സമ്മാനമായി നൽകപ്പെടുന്നതാണ്. ഞാൻ അതിന് ഉത്തരവാദിയുമാണ്. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. അവർ പറഞ്ഞു, അല്ലാഹുവിൽ സത്യം, ഞങ്ങൾ ഈ നാട്ടിൽ നാശമുണ്ടാക്കാൻ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ ഒരിക്കലും മോഷ്ടാക്കളായിരുന്നില്ല. قالوا فما جزاؤه إن كنتم كاذبين. നിങ്ങൾ കളവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്ന് അവർ ചോദിച്ചു. قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. അവർ പറഞ്ഞു, അതിനുള്ള പ്രതിഫലം അളവ് പാത്രം ആരുടെ സാധനങ്ങളിൽ നിന്നാണോ കാണപ്പെടുന്നത് അവനെ ബന്ധസ്ഥനാക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്രകാരമാണ് അക്രമികൾക്ക് നാം ശിക്ഷ നൽകുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമീനോടൊപ്പം ഒറ്റക്കൊരു മുറിയിൽ ഇരിക്കുകയും ബിന്യാമീനുമായി ദീർഘസമയം സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമീനെ തങ്ങളോടൊപ്പം നിർത്താനായി പ്രയോഗിക്കാൻ പോകുന്നൊരു തന്ത്രത്തെപ്പറ്റി ബിന്യാമീന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ തന്ത്രത്തെ പറ്റിയാണ് ഈ നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത്. അഥവാ ബിന്യാമീനെ തങ്ങളോടൊപ്പം നിർത്താനായി ചില തന്ത്രങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രയോഗിക്കുമെന്നും അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും നേരത്തെ തന്നെ ബിന്യാമീനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈ തന്ത്രം പ്രയോഗിക്കുന്നതും ബിന്യാമീനെ തന്നോടൊപ്പം നിർത്തുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായതുകൊണ്ട് തന്നെ ഏറ്റവും യുക്തിപരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തിരുന്നു. ആ അറിവ് കൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലൂടെ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമിനെ കൂടെ നിർത്താനായി പ്രയോഗിച്ച തന്ത്രത്തെയാണ് അറിയിച്ചിരുന്നത്. സഹോദരന്മാരെല്ലാവരും അവരുടെ ധാന്യം വാങ്ങുകയും മിസ്രിൽ നിന്നും തിരിച്ച് അവരുടെ നാടായ കനആനിലോട്ട് പോകാനായി തയ്യാറാവുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ യാത്ര അയക്കുകയും ചെയ്യുകയായിരുന്നു. അവർ യാത്രയാകാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ജോലിക്കാരൻ വിളിച്ചു പറഞ്ഞു, ഈ സംഘം കള്ളന്മാരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു ഇത്.
യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ജോലിക്കാരനോട് രാജാവിൻ്റെ അളവ് പാത്രം, അത് വളരെ വിലപിടിപ്പുള്ള അളവ് പാത്രമായിരുന്നു, ആ അളവ് പാത്രം ബിന്യാമീൻ്റെ സഞ്ചിയിൽ ഇടാനായി നേരത്തെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ ജോലിക്കാരനോട് പറഞ്ഞിരുന്നു. ആ ജോലിക്കാരൻ അതുപോലെ തന്നെ അത് ചെയ്യുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ നാട്ടിലോട്ട് പോകാൻ പോകുന്ന സന്ദർഭത്തിൽ ഇവർ കള്ളന്മാരാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഈ സംഭവമെല്ലാം ബിന്യാമീന് നേരത്തെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കള്ളന്മാരെന്ന് വിളി കേട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ ആ ജോലിക്കാരനെ നോക്കുകയും ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത്? ആ ജോലിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടമായത് രാജാവിൻ്റെ അളവ് പാത്രമാണ്, അത് വളരെ വിലപിടിപ്പുള്ള പാത്രമാണ്, ആ പാത്രം നിങ്ങളാണ് എടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് സമ്മാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആരെങ്കിലും രാജാവിൻ്റെ അളവ് പാത്രം തിരിച്ചു കൊണ്ടുവന്ന് തരികയാണെങ്കിൽ, അതിനെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ഒരു ഒട്ടക ചുമട് ധാന്യം അവർക്ക് സമ്മാനമായി നൽകുന്നതാണെന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു. അഥവാ ആ രാജാവിൻ്റെ പാത്രം വളരെ വിലപിടിപ്പുള്ള പാത്രമാണ്, രാജാവിന് ഏറെ ആവശ്യമുള്ള പാത്രമാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചതെത്തിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതിനാൽ അതിനെ കൊണ്ടുവരുന്നവർക്ക് വലിയ സമ്മാനമുണ്ടെന്ന കാര്യവും പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അഥവാ ഈ അളവ് പാത്രം എന്നുള്ളത് സാധാരണ അളവ് പാത്രമല്ല, രാജാവിന് ഏറെ പ്രിയങ്കരമായ അളവ് പാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും മൂല്യമുണ്ട്, അത് കിട്ടുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണെന്ന് ഈ വിളംബരത്തിലൂടെ അറിയിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഞങ്ങളിവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്നവരല്ല, ഞങ്ങൾ ക്ഷാമമുണ്ടായതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്നും ധാന്യം വാങ്ങാൻ വന്നവരാണ്, ഒരിക്കലും മോഷ്ടാക്കളല്ല, മോശമായി ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്നവരല്ല എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ മറുപടി പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആളുകൾ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ അഥവാ ഞങ്ങൾ നിങ്ങളുടെ സഞ്ചികൾ പരിശോധിക്കും, അതിൽ നിന്നും രാജാവിൻ്റെ അളവ് പാത്രം കിട്ടുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ശിക്ഷയായി നൽകേണ്ടതെന്ന് അവരോട് ചോദിച്ചു. തിരിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ മറുപടി പറയുകയുണ്ടായി, ആരുടെ സഞ്ചിയിൽ നിന്നുമാണോ ഈ ഒരു രാജാവിൻ്റെ അളവ് പാത്രം കണ്ടെത്തുന്നത് അവരെ നിങ്ങൾ പിടിച്ചു വെക്കുക, നിങ്ങൾ തടവിലാക്കുക, അതാണ് അവർക്കുള്ള ശിക്ഷ. അക്രമികൾക്ക് ഇപ്രകാരമാണ് ഞങ്ങൾ ശിക്ഷ നൽകുന്നതെന്ന് ആ സഹോദരന്മാർ തിരിച്ചു പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ചോദ്യം യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കാനായി പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടത് എന്ന ചോദ്യം. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിൽ അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിലും ആരെങ്കിലും മോഷണം നടത്തിയാൽ അതിൻ്റെ ശിക്ഷ എന്നുള്ളത് ആരുടെ വസ്തുവാണ് അവർ മോഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ അടിമയാവുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ തടവിലാവുക എന്നുള്ളതാണ് അവരുടെ ശിക്ഷ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ജോലിക്കാരോട് എന്ത് ശിക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കാനുള്ള കാരണം. ഇങ്ങനെ ചോദിച്ചാൽ പ്രവാചകൻ്റെ മക്കളായതുകൊണ്ട് ആ പ്രവാചകൻ്റെ ശരീഅത്തിൻ്റെ നിയമം തന്നെയാണ് അവർ പറയുക എന്നുള്ളത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. അങ്ങനെ അവർ പറയുന്നത് കാരണമായി ബിന്യാമീനെ കൂടെ നിർത്താൻ സാധിക്കുന്നതും ബിന്യാമീനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കീഴിൽ തടവിലാക്കി വെക്കാൻ സാധിക്കുന്നതുമാണെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ രീതിയിൽ ജോലിക്കാരെ കൊണ്ട് ചോദിപ്പിക്കുകയും അവരിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച മറുപടി തന്നെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരുടെ സഞ്ചികൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജോലിക്കാർ പരിശോധിക്കാനായി ഉദ്ദേശിച്ചു. അവർ സഞ്ചികൾ പരിശോധിക്കുകയും ബിന്യാമിൻ്റെ സഞ്ചിയിൽ നിന്നും ആ രാജാവിൻ്റെ അളവ് പാത്രം കിട്ടുകയും ചെയ്യുന്ന കാര്യമാണ് അടുത്ത ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.